ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി അല്ലെങ്കിൽ ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നോ, ദൈവം സഹായിച്ച് ഞങ്ങൾ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണോ? അടിപൊളിയായിരുന്നോ എല്ലാവരുടെ ഈസ്റ്റർ? അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ പ്രയറിനൊക്കെ പോയി, അത് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ID വരുന്നത് അരുൺ കെ നായർ എന്നും പറഞ്ഞ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച്, ആദ്യം കമൻ്റ് ഇട്ട് ചോദിച്ച്, എന്നെ അറിയാമോ, ഞാൻ എന്തുവാ പേരങ്ങ് മറന്നുപോയി, ഹേമാംബിക ദേവിയ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ചേച്ചിന്നും പറഞ്ഞിട്ടത്. അപ്പം ഞാൻ എഴുതി, ഹായ് ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ഹായ് മോളെ. അപ്പോൾ എനിക്കൊരു റിപ്ലൈ, ഞാൻ മോളല്ല. ഞാൻ ചിന്തിച്ചു, ഇനിയും ഏതെങ്കിലും ആൺകൊച്ചുങ്ങളാണോ? 43 വയസ്സുള്ള ഒരു ആളാ. ഞാൻ പറഞ്ഞു എന്നെ ചേച്ചിന്ന് വിളിച്ചോണ്ട് ഞാനങ്ങ് മോളെ എന്ന് വിളിച്ച്. അതിനെന്തുവാ, എത്രയോ പേരെന്നെ ഇപ്പം എന്നേക്കായി മൂത്തോരെ ചക്കരയും മുത്തേന്നൊക്കെ വിളിക്കും, എന്നെ വന്ന് ചേച്ചിന്നും വിളിക്കും. നമ്മുടെ ഈ വണ്ണമൊക്കെ കണ്ടിട്ടാ, അതിനവരെയും കുറ്റം പറയണ്ട അല്ലേ? പിന്നെ ഹേമാംബികയ്ക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞ്, ഹേമാംബികയെ, ചക്കരമുത്തേ, ഹായ്. നമ്മളൊക്കെ പ്രായത്തിലൊന്നും നോക്കണ്ട, മുത്തും ചക്രയും എന്നൊക്കെ അങ്ങ് വിളിക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, ഞങ്ങൾ നോൺ വെജ് കഴിക്കത്തില്ല കുട്ടാന്ന്. അപ്പം ഞാൻ ചിലർക്ക് നോൺ വെജ് കഴിക്കാതൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പം ചിലർക്ക് ഒരു വല്ലാത്ത മനസ്സിനൊരിത് വരും. ഞാൻ ചോദിച്ചു, അപ്പം കാണുന്നതിന് വല്ലാതെ വല്ലതും ഉണ്ടെന്ന് പറയും. അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാത്ത ചില എന്തെങ്കിലും മീൻസ് എന്താ, ചില ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും ഈ പ്രീസന്മാർക്ക് ചില ഷോട്ടുകൾ ഈ ചൈനക്കാരുടെയൊക്കെ പോയി കാണും. അത് ബൈ ചാൻസ് വന്നിടക്കും ഞാൻ നോക്കുമ്പോൾ എനിക്കത് കാണാൻ തോന്നത്തില്ല. പോളുവേ അല്ല പ്രൈസ് ആട്ടെ, അഖിലച്ചാച്ചൻ പറഞ്ഞായിരുന്നു, പ്രീസമ്മോൻ അഖിലച്ചാച്ചന് ചക്കരയുമ്മയും ഹായും തന്നില്ലെന്ന്. ഇങ്ങോട്ട് വന്നേ, കഴിഞ്ഞ ദിവസം നീ ഇടങ്കേടി ഇരിക്കുമല്ലായിരുന്നോ? ഇപ്പൊ പ്രീസന്റെ നാണം. അഖിലച്ചാച്ച ചക്കര ഉമ്മ ഹായ് എന്ന് പറ. പ്രീസൻ ഇപ്പൊ അവിടെ ഇരുന്ന് പപ്പ പഠിപ്പിക്കും, അതിന്റെ ബഹളം ഈ വായ കേട്ടത്. മറാഠിയും പപ്പ ഇവിടെ ഉള്ള സമയത്ത് മറാഠി അങ്ങ് ഏറ്റെടുക്കും. കഴിഞ്ഞ ദിവസം മറാഠി എന്നെ ഇട്ട് ഇങ്ങനെ ഇതാക്കാതെ പറഞ്ഞതിന് ഇടങ്കേടിയിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നില്ല. പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും കംപ്ലൈൻറ്റ് പറയും. വാ, അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടം മോൻ്റെ. എല്ലാവർക്കും, എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അച്ചാച്ചന്മാർക്കും എല്ലാവർക്കും ഒന്ന് എന്ന് പറയാം. ബിച്ചാര മമ്മി വീഡിയോ എടുക്കുന്ന സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ. ബിച്ചാര മമ്മി വീഡിയോ എടുക്കുമോ, വാവക്കും അവിടെ എല്ലാവരും ഇല്ലേ? എല്ലാവർക്കും പറ, എല്ലാ ചേച്ചിമാർക്കും, എല്ലാം ചേച്ചിമാർക്കും ആന്റിമാർക്കും അച്ഛന്മാർക്കും അങ്കിൾമാർക്കും ചക്രമ്മ. ഓക്കെ. മോന്റെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേന്ന് പറ. 3-ാം തീയതി തൊട്ട് എക്സാം തുടങ്ങുക. എല്ലാവർക്കും ചെയ്യണം. കൊമന്റിലിടും. ഓക്കെ. അപ്പം ഇന്ന് വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം റീച്ചാൻ ഒരു മീൻ എന്തുവാ ചൈന ആലുവ അതിന്ന് എടുക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, അത് വെട്ടിയെടുത്തു. എനിക്കൊരു അബദ്ധമായെന്നുള്ള എൻ്റെ ദൈവമേ. വീഡിയോയിൽ നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ സ്പീഡ് അടിച്ചങ്ങ് പോകും. എത്ര സമയം എടുത്തെന്ന് അറിയാമോ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിനങ്ങോട്ടൊരു കണ്ടാ മാംസമുണ്ട്, വറുത്തണ്ണേ ഒരു മാംസമൊന്നുമില്ല. മുള്ള് തന്നെ മുള്ള്. മനുഷ്യനില്ല ഇങ്ങനെ കഴിക്കുന്ന മുള്ളടക്കി. എനിക്ക് മുള്ളെന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേരെ പറഞ്ഞു, എനിക്ക് പേടിയായിരുന്നു ഡാഡിക്ക് കൊടുക്കും. ഞാൻ ഡാഡിയെടുത്ത് പറഞ്ഞു, ഡാഡി നോക്കി തിന്നണേ, റീച്ചാൻ വാങ്ങിച്ചോണ്ട് വന്നൊരു പുതിയതായിട്ടുള്ള ഒരു മീനാണ്, മുള്ളുണ്ടെന്ന്. കൊച്ചിന് പിന്നെ ഞാൻ കൊടുത്തേ ഇല്ല, കാരണം ബൈ ചാൻസ് ഇച്ചിരി മീനാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എന്തെങ്കിലും, കാരണം തൊടുന്നത് മൊത്തം മുള്ള, കണ്ടായില്ല കരിമീൻ പോലൊക്കെ ഇരിക്കും. ഓക്കെ. ഹേമാംബിക അച്ചാറിൻ്റെ ഒക്കെ റേറ്റ് ചോദിച്ചായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു,
ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട് ബിസിനസ്സിൻ്റെ നമ്പർ. അതിൽ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പിലേ ഒരു ഹായ് എങ്ങാനും ഇടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഇട്ട് തരാം. അങ്ങനെ ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്, കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട് നമ്പർ. ഓക്കെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ ഇന്നലത്തെ കഴുകിയ പാത്രങ്ങളെല്ലാം എടുത്തൊന്ന് വെക്കണമായിരുന്നു. എന്നിട്ട് ഇനിയും കഴുകാൻ കിടക്കുന്നേ ഉള്ളൂ. തുണി അങ്ങ് രാവിലെ കഴുകാനായിട്ട് ഇട്ട് അതങ്ങ് തീർന്ന്. അപ്പം ഞാൻ അതൊന്ന് ഊരിയിട്ട്, അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന മീനിൻ്റെ കവർ ഞാൻ അവിടെ തന്നെ വെള്ളം ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് വെളിയിൽ കൊണ്ടിട്ടില്ല, അവിടെ തന്നെ കവർ തൂക്കിയിട്ടേക്കുമായിരുന്നു. അപ്പം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. മീനെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൈസമ്മോന് കൊണ്ടുപോകാനായിട്ട് എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ചപ്പാത്തി അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് അത് പതുക്കെ അമക്കി കൊടുത്ത് അത് റോള് അവനിഷ്ടമല്ല ഇത് കൊണ്ടുപോകുന്നത്. പിള്ളേർ കഴിക്കാൻ വരും, മുട്ടയാണെന്നറിയുമ്പോൾ അവരങ്ങ് പോവും. അവർ പറയും നീ ഇനിയും കൊണ്ടുവരലേന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവന് അങ്ങനെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. ഞാൻ പറയും സാരമില്ല, നീ കഴിക്കുമല്ലോ, നീ കൊണ്ടുപോകും, അല്ലാതെ എന്നാടാ ഞാൻ തന്നു വിടേണ്ടിയേ. അപ്പം ഞാൻ അവന് എഗ്ഗ് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ആദ്യം ചിന്തിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി സവാളയോ അങ്ങനെയൊക്കെ അരിഞ്ഞ് ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ തേച്ച് കൊടുക്കാം. അത് ചോദിച്ചോണ്ടേ അവൻ അങ്ങനെ വേണ്ട. ഈ കഴിക്കുന്നുണ്ടേ അവൻ പറയുന്നത് തറയെ പോകുന്നു. അതുകൊണ്ട് അവന് ഭയങ്കര പേടിച്ചൂറിയാണ് കേട്ടോ. വീട്ടിൽ ഭയങ്കര ശൗര്യമാണെങ്കിലും വെളിയിലൊക്കെ പോയി തറയിലെങ്ങാനും വീണ ടീച്ചർമാർ എന്തെങ്കിലും പറയുമോ ആൻറ്റി എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് കൊണ്ടുപോകത്തില്ല. സ്കൂളിൽ ഭയങ്കര പഞ്ചപാവമാണ്. കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാളായി ബസ്സിലൊരു കൊച്ചൻ പാട്ട് പാടി ചെവിക്കനത്ത് ഒറ്റെണ്ണം കൊടുത്ത് ഞാൻ നോക്കിയാണ് ഇവിടെ വന്നാണ് കൊച്ചിൻ്റെ ചെവിക്കന്നം ചുമന്നിരിക്കുന്നു. ആ അടിയും കൊണ്ടോണ്ടിങ്ങി പോരുന്നു. ഇത് ചൈന അലുവ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ചൈന അലുവ, ഇത് ഈ പുഴമീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞറിയിച്ച ഇത് റിവർ വാട്ടറിലെ മീനല്ലെന്ന്. ഇത് എനിക്ക് തോന്നുന്നത് റിവർ വാട്ടറിലെയാന്നാ. അങ്ങനെ ഒരു സ്മെല്ലുണ്ട്. ചുമ്മാ അവർ പറഞ്ഞ ചൈന അലുവ എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല ഇത് റിവർ വാട്ടറിലാണോ. എനിക്ക് ഇല്ല, വലിയൊരു സൈസ് മീനുണ്ട്, അതിന്റെ ചെറുതാ. ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. എനിക്ക് തോന്നുന്ന പുഴമീനാന്നാ. എനിക്കറിയത്തില്ല ഇത് ആ പുഴമീനാ ഇത്. പണ്ട് നമ്മുടെ ഈ മീൻ മാർക്കറ്റിൻ്റെ ഞങ്ങൾ ഈ സാധാരണ വാങ്ങിക്കുന്നത് അല്ല, വേറെ അടുത്ത് ഇവിടെ 1-2 ഉണ്ട്. അപ്പം നമ്മളങ്ങനെ പോയണേ ഈ പുഴമീൻ മാത്രം വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഏത് സമയത്താണേലും ഈ പുഴമീൻ കാണും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ മീൻ വാങ്ങിച്ച്. പക്ഷേ ഒരു പ്രാവശ്യം വാങ്ങിച്ചത് എനിക്ക് തോന്നി വാളയെന്ന് പറയുന്ന മീനാണെന്ന് തോന്നുന്നു. അതങ്ങ് ഭയങ്കര നെയ്യായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നമ്മളിലെ കഴിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്കത് ടേസ്റ്റ് വന്നില്ല, വെറുതെ കളയുമായിരുന്നത്. റീച്ചാൻ പിന്നെ തൊടത്തില്ലെന്നറിയാമല്ല മീൻ. വേറൊരു ചെതുമ്പലുള്ള ഒരു കറുത്തത് വാങ്ങിച്ച്. അതാദ്യമൊക്കെ ഏതെടുത്താലും 80 രൂപയായിരുന്നു. പിന്നെ അത് ഡിമാൻഡ് കൂടി കിലോ കണക്കാക്കി. അത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ മറ്റേ മീൻ ഭയങ്കര നെയ്യായിരുന്നു. എനിക്ക് ആ പുഴമീനിൻ്റെ ആ ഒരു മണ്ണിച്ചവയുണ്ടല്ലോ, അതിഷ്ടമല്ല. ചൈന അലുവ വെട്ടുമ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ഈ സാദാ മീനിൻ്റെ ഒരു സ്മെല്ലല്ല, വേറൊരു സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ചുമപ്പ് കണ്ടില്ലേ, ആ ചുമപ്പ്. വലിയ മീൻ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പുഴ മീനായിട്ടിരിക്കുന്നത്. ഞാൻ ഈ പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കുക, ചൈന അലുവ എന്നുള്ളത്.
അപ്പോൾ എന്തു വന്നേലും വെട്ടി ഒന്ന് കറി വെക്കുന്നില്ല, വറുത്തു നോക്കാമെന്ന് വെച്ച്. റീസൺ ഇങ്ങോട്ടൊന്നേ, റെഡിയായോ? ഷൂ ഇട്ടോ? ഷൂ ഇട്. ഷൂ ഇടാതെ മൊബൈലിൽ നടക്കുക. ബസ് നോക്കിയോ അവിടെ എത്തിയെന്ന്? ഓ പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറയാനുണ്ടാ മമ്മിയുടെ വീഡിയോ കയറാത്തത്. അടുക്കള ഫാൻ ഇട്ടിട്ടുണ്ട്, അതാ ഈ സൗണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ മൊബൈലിന് പുറകെ നടക്കുവാന്ന്. ഒരുങ്ങിക്കഴിഞ്ഞ് ഷൂ ഇടാതെ റീച്ചാൻ്റെ പുറകെ നടക്കുക. ഞാൻ ഒരുങ്ങി, ഇനി എനിക്ക് മൊബൈൽ താന്ന്. റീച്ചാൻ പറഞ്ഞില്ല അത്രയും സമയം എന്നാ നീ ഇരുന്ന് പഠിക്കുന്നു. ഇല്ല ഞാൻ വൈകിട്ട് വന്ന് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കും. അതിനാ പറഞ്ഞത് എൻ്റെ കുറ്റം പറയുന്നെന്ന്. അതാ മമ്മിയുടെ വീഡിയോ കയറാത്തേന്ന്. റീസൻ ഇങ്ങോട്ട് വന്നേ, ഇട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഷൂ ഇടുക. ഷൂ ഇടാതാ മൊബൈലിന് നടന്നത്. എന്തോ പിള്ളേരാന്ന് പറയണേ. എൻ്റെ കുറ്റം പറയുന്നുണ്ടാ മമ്മിക്ക് വ്യൂസ് ഇല്ലാത്തതെന്ന്. എന്താ കാര്യമെന്ന് പറ. എപ്പോഴും ഞാൻ അവനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതാ പിന്നെ എങ്ങനെ പറഞ്ഞാലാടാ വീഡിയോ കയറുന്നേ? നീ ഒന്ന് പറഞ്ഞതാ എനിക്ക്. രാത്രി ചിലപ്പം കിടക്കുമ്പം പറയും, മമ്മി ഇനി ഇൻട്രോ ഞാൻ പറയാം. ഞാൻ ഇൻട്രോ പറയുമ്പം വ്യൂസ് കയറും. അപ്പം അത് നല്ല സ്നേഹത്തിൽ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ആവശ്യം മസ്ക അടിക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലും അവന് കാര്യം നേടണം. അതിനാ നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്ന് പറയുന്നത്. ഞാൻ പറയും നിന്നെ വിളിച്ചാൽ നീ വരത്തില്ലല്ലേ, പിന്നെന്തോ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെ പറഞ്ഞാലാ വീഡിയോ കയറുന്നത്? എങ്ങനെ ചെയ്താലാ വീഡിയോ കയറുന്നത്? ഞൊട്ടെ നോക്കിയ ബസ് എവിടാന്ന്? ആ ലേസ്, ആ കാലിന്റെ ലേസ് ശരിക്ക് കെട്ട്. കപ്പാടായാലോ കയ്യിലോട്ട് കൊടു. ചേച്ചാ അവരെ വിട്ടിട്ട് ഇങ്ങോട്ട് വരുവോ അതോ ഡയറക്റ്റ് പോവാന്നോ? അത് വെട്ടാനും എത്ര സമയം എടുത്തു. പക്ഷേ 100 രൂപ ഉള്ളായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അന്ന് എന്തോന്നോ പിറ്റേ ദിവസം ഹോളി എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നാൽ അവർ പറഞ്ഞ് നാളെ ഒരു മീനും കാണത്തില്ല, ഞങ്ങൾ തുറക്കത്തുമില്ല, ഈ ഒരു മീൻ മാത്രമേ അവിടെ ഇരിപ്പുള്ളായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ചിന്തിച്ച് എന്തെങ്കിലും, ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ള മീനാണ്. അലുവാന്ന് ചിന്തിച്ച് ചെറിയ അലുവയായിരിക്കുമെന്ന്. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് പറഞ്ഞ്. പക്ഷേ ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്ന് ഞാനും ചിന്തിച്ചില്ല. വേറൊന്നും ഇല്ലായിരുന്നു. कौन सा फिश है? ये चाइनीज हलवा है। चाइनीज हलवा मार्केट हलवा को क्या बोलते हैं? पॉपलेट, ब्लैक पॉपलेट. അവനവിടെ എന്തെടുക്കാൻ പോയി പോള്? പോളെ ആ തുണികളെടുത്ത് ഞാൻ മടക്കി നീ തട്ടിക്കളയെ ഞാൻ അടിക്കും. എടാ പോയി തലയിവ്. മീനെല്ലാം ഞാൻ വെട്ടിക്കഴുകി പിന്നെ അതൊന്ന് വറക്കാനായിട്ടേ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. വരഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം വേണ്ട ഇത് കണ്ടോ, അതിൻ്റെ അകത്ത് വെട്ടി ഉടനെ ഇങ്ങനെ അതിൻ്റെ അകത്ത് എല്ലാ മീൻ്റെ അകത്തുണ്ടല്ലേ ബലൂൺ പോലെ വീർത്തിരിക്കുക. ഇങ്ങനെ അത് എനിക്കൊന്ന് പൊട്ടിച്ചാൽ അതങ്ങ് പൊട്ടുമായിരിക്കുമെന്ന്. അന്നേരം വറക്കാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
കുരുമുളക് പൊടി, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പുരട്ടി കുറച്ച് നേരം ഒന്ന് വെക്കട്ടെ. ഒന്ന് മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് സഹായിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട. അപ്പോൾ ഒരു ബെല്ലൈക്ക് ബട്ടൺ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഈ മീൻ വറക്കുമ്പം ഈ വറുത്തിട്ട് അതിൻ്റെ മണം വരുമല്ലോ, അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായി. ഈ പ്രൈസമോൻ ഇത് കൊടുക്കാഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് തന്നെ ഈ മുള്ള് പേടിയായിരുന്നു കഴിക്കാൻ. സാധാരണ മുള്ള് എന്നെ പേടിച്ചോടും, പിന്നെ മത്തിയുടെയൊക്കെ മുള്ള് ഞാനങ്ങ് തിന്നും. പക്ഷേ ഇതെനിക്ക് പേടിയായിരുന്നു എനിക്ക് തന്നെ കഴിക്കാൻ. അതുകൊണ്ട് കൊച്ചിന് കൊടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവന് കൊടുക്കാഞ്ഞുകൊണ്ട് ഒരു വിഷമമായിരുന്നു. ഇന്ന് കൂടുതൽ കട്ടനുകളാണ്, അല്ല കൂടുതലുള്ള കട്ടനുകളാണ് കഴിയും. കർട്ടനുകൾ മാത്രം ഇട്ടങ്ങ് വാഷും ചെയ്ത് ഇനി അതൊന്ന് പോയി വിരിക്കട്ടെ. അപ്പം നോക്കിയ ഉടനെ വേറെ ജോലിയൊന്നും ഇല്ല. ഇന്നലത്തെ രസം ഇന്ന് 3-ാം വാരമാണെന്ന് തോന്നുന്നു. രസമുണ്ട്, അവിയലുണ്ട്. അപ്പം ടൊമാറ്റോ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് അരിഞ്ഞങ്ങ് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയാൽ എല്ലാവരും സന്തോഷമാണെന്നല്ലേ. അവർക്ക് ചപ്പാത്തിക്കാണെങ്കിലും കഴിക്കാമല്ലേ. അപ്പം ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ടൊമാറ്റോ ചട്നി വയ്ക്കാമെന്ന് വെച്ച്. അപ്പം ചിലർക്ക് ചപ്പാത്തിക്ക് ചില കൂട്ടാൻ വേണ്ട, ഇതാവുമ്പം കുഴപ്പമില്ലല്ലേ. കാവേജ് തോരനും അവിയലും ഒക്കെ ഉണ്ട്. അതൊന്നും പോകുന്നു വേണ്ട ചപ്പാത്തിക്ക്. അതുകൊണ്ട് എന്നാൽ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞടാ അവിയലും ചപ്പാത്തിയും നല്ല കോമ്പിനേഷൻ ആടാ, ഒന്ന് നോക്കടാ. അവന് വേണ്ട. പക്ഷേ ഡാഡി അവിയലാന്നേലും കാബേജ് തോരനാന്നേലും കൂട്ടി ഡാഡി ചപ്പാത്തി കഴിക്കും. അപ്പോൾ ഇവന് പ്രതിയാണ് ഞാനിതിപ്പോൾ കൂടുതലും. റിച്ചാൻ ടൊമാറ്റോ ചട്നി അവിയൽ ഇഷ്ടമല്ല, അവിയലൊന്നും അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ടൊമാറ്റോ ചട്നി ആകുമ്പോൾ അവർക്കും ഇഷ്ടമാണ്. പ്രൈസമോൻ പിന്നെയും അവിയലിൻ്റെ കൂട്ടി കഴിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ദോശയും അവിയലും നല്ലതാണ് കോമ്പിനേഷൻ. അപ്പം ഗീതേച്ചി എന്നോട് പറഞ്ഞു അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ദോശയും അവിയലും കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന്. അപ്പം ഞാൻ ഇനി ഈ മീനൊന്ന് വറക്കാനായിട്ട് ഇടട്ടെ. വറുത്തപ്പോഴും എനിക്ക് ഇത്ര പിന്നെ അതിപ്പോൾ ഈ കാണുന്നത് പോലുള്ള ഒരു മാംസം, ഞാൻ ചിന്തിച്ച് മാംസമൊക്കെ കുഴപ്പമില്ലെന്ന്. പക്ഷേ മാംസവും അത്ര ഒന്നും അധികം ഇല്ല, പക്ഷേ ടേസ്റ്റ് കുഴപ്പമില്ല. പക്ഷേ ഈ മുള്ള് നമ്മളിലെ ടേസ്റ്റായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ മുള്ള് ഇടയ്ക്ക് വരുന്നത് ഭയങ്കര ഒരു മെനക്കേടാണ്, ആ മുള്ളിനെ എടുത്ത് മാറ്റുന്നത്. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തായിരുന്നു. ഇപ്പം വെളിച്ചെണ്ണ ഇപ്പം ചേർത്ത് ഒരു നുള്ളു പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനിയും വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.